കുരിശരണം ഹരഹരോ ഹരഹര. അപ്പോൾ നമ്മൾ നടന്നു വന്നത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഗിരിവലം. അപ്പോൾ ഇങ്ങനെ റോപ്പ് വേയുടെ അങ്ങോട്ടേക്ക് പോകുന്ന ബാറ്ററി കാറുകളാണിത്. അതുകൂടാണ്ട് അവിടുത്തെ എന്താണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബാറ്ററി കാറുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. പണ്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, കുതിരവണ്ടിയിൽ നമുക്ക് ഇത് ചെയ്യാമായിരുന്നു, എന്താണ് യാത്ര ചെയ്യാൻ ഗിരിവലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുതിരവണ്ടി അതൊന്നുമില്ല. അതുമല്ല, അമ്പലത്തിന് മുമ്പിൽ കച്ചവടക്കാരെ പോലും ഇതിനുള്ളിൽ അനുവദിക്കുന്നില്ല. ഗണപതിയുടെ അവിടെ മുമ്പിലൊന്ന്. ഇത് LMRKയിലുള്ളവർക്ക് ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു. 2023 തോന്നുന്നു. 2023 ആഗസ്റ്റ് 15 ഒരു പൂജ നടന്നിരുന്നു. പൂജയോ യാഗമോ ഇവിടെയാണ് നടന്നത് കേട്ടോ. കല്യാണം ഉണ്ടാവും. ഞാനും വൈഫും വന്നിരുന്നു. വൈകിട്ടും പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നിരുന്നു. അന്നാണ് LMRKയുടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്ന ഈ കല്യാണ മണ്ഡപമായിരുന്നത് കേട്ടോ. അന്ന് ഗിരിവലം ചെയ്യുകയും ഇതൊക്കെ ചെയ്തത് ഓർമ്മ വരുന്നു. മുരുകൻ ഇത് കാണുന്നുണ്ടല്ലോ, മല കാണുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ ഡിവൈൻ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണുന്നുണ്ട്. ഡിവൈൻ ഫോർട്ടിൻ്റെ അടുത്ത് ഒരു പാടശേഖരത്താണ് ശിഖണ്ഡിപ്പാറ എന്ന് പറയുന്ന ഒരിതുണ്ടെന്ന് പറയുന്നു. കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അറിയില്ല. എന്ന് പറഞ്ഞാൽ പഴയ മുരുകൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി, ഇടുമ്പൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഇത് ന്യൂട്രലൈസ് ചെയ്യുന്നത് ശിഖണ്ഡിപ്പാറ എന്ന് പറയുന്ന ഒരു പാടശേഖരത്തിലെ ഒരു ചെറിയ പാറയാണിത്. ഈ ഒരു പ്രാവശ്യം രജിത് സാറിനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്താണ് അതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അത് കാണുന്നുണ്ട്. ശിഖണ്ഡിപ്പാറയുടെ ഇത് കാണാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ. ബാറ്ററി കാർ പോകുന്നു. ഇതിപ്പോൾ ഷെൽഡ് ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡിലേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇടുമ്പർ ഇതാണ് മല ഇത് കാണുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് 2.25 മിനിറ്റായി, 2.5 മിനിറ്റ് ആകുന്നു വീഡിയോ. ഇവിടെ കിഴക്ക് വശം ഇതായി. ഞങ്ങളിപ്പോൾ വടക്ക് വശത്തെന്ന് പറയാം. ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. അരുൾമികു അലഗു നാച്ചിയമ്മൻ ടെമ്പിൾ പളനി കേട്ടോ. അലഗു നാച്ചിയമ്മൻ ടെമ്പിൾ. പല ക്ഷേത്രങ്ങളും തീർത്ഥാടനത്തിന് മുമ്പ് നേരത്തെ മുൻവിധി ഇല്ലാണ്ട് ഇത് ചെയ്യണം. ഇതൊരു ദേവീ ക്ഷേത്രമാണ്. വിനായകരാണ്, ഗണപതിയാണ്. കിഴക്കോട്ട് നോക്കിയിരിക്കണം. ആണ് ഗേറ്റ് നമ്പർ 2 എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ പണ്ട് ഈ ഭാഗത്തായിട്ട് LMRKയുടെ ഫ്ലാഗ് വെച്ചിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഇവിടെ നിന്ന്. പണ്ട് ഇതിനകത്ത് കാറൊക്കെ വരുമായിരുന്നു, ഈ ഡിവൈൻ ഫോർട്ട്. ഇപ്പോൾ ഈ റോഡിലൂടെ ഇല്ല. എനിക്കതാണ് പുറകിൽ കൂടി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു ഹോട്ടലായിരുന്നു. പക്ഷേ എങ്ങനെ കൂടി വാഹന ഗതാഗതം നിരോധിച്ചപ്പോൾ ഇതിനകത്താണ് ശിഖണ്ഡിപ്പാറ എന്ന് പറയുന്നത്. ഇതിനകത്താണ്. പക്ഷേ ഇപ്പോൾ പുല്ലും ഇതൊക്കെ വളർന്നു നിൽക്കണതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു ചെറിയ വഴി ഇട്ടിട്ട്, പക്ഷേ വഴിയെന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല. ഇതിനകത്താണ്, ഈ പാടത്തിലാണ് ശിഖണ്ഡിപ്പാറയുള്ളത്. കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. LMRKയിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ശിഖണ്ഡിപ്പാറ ഇതറിയാൻ പറ്റും.
പക്ഷേ അങ്ങോട്ട് പോണത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. കാര്യം പാടശേഖരത്തിലാണ്, കാണുന്നില്ല. അവിടെയാണ് ഈ പുല്ലൊക്കെ വളർന്നിരിക്കണേന്ന് തോന്നുന്നു. നടുക്ക തെളിഞ്ഞ് കാണുന്നതാണോ എന്നും അറിയില്ല. കണ്ടോ, ഒരു ഇതായിട്ട് പാറ പോലെ തെളിഞ്ഞ് കാണുന്നുണ്ട് നടുക്ക്. ദിക്കുവെത്തനോ പാറ, ശരി, നടുക്ക തെളിഞ്ഞ് കാണുന്ന കണ്ട, അതാണ് ആ ശിഖണ്ഡി പാറയെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ നോക്ക്, ദേ ഇവിടെ നോക്ക്, ഇവിടെ നിന്ന് നോക്ക്. അല്ല, അതിൻ്റെ ഇപ്പുറം ആ ചെറുത് താഴത്ത് ആ പാടത്തിൻ്റെ അവിടെ, അതാണെന്ന് തോന്നുന്നു. കാര്യം പുല്ലൊക്കെ വളർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മീറ്ററോളം പൊക്കത്തിലാണത് കാണുന്നത്. ഈ ഭാഗത്താണ് ഏതായാലും, അതെനിക്കറിയാം. ഇപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഇപ്പോൾ 5 മിനിറ്റായി. ഇപ്പോൾ നടന്ന് നമ്മളിപ്പോൾ അറിയാല്ല, പഴയമുരുകൻ പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്, കേരളത്തിനെ നോക്കിയിരിക്കുന്നു എന്ന് തമിഴ് മക്കൾ പറയും കേട്ടോ. കേരളക്കാരെ നോക്കിയാണ് പഴനിമുരുകൻ ഇരിക്കുന്നതെന്ന്. ഇവിടെ ഈ ഗണപതിയുടെ ഇതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരു പരസഹായം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ പറയും കേട്ടോ. ചെരുപ്പിടാം, അതിതാണെന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ ഒരു ബിസിനസ് ഇതാണ്. അഭിഷേകത്തിന് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യും. ഇതും ഈ ഭാഗത്തും പാടശേഖരങ്ങളാണ് കേട്ടോ. ശിഖണ്ഡിപ്പാറ ഞാൻ കാണിച്ച ആ പുല്ല് ഇതുള്ള ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും നല്ല വേനൽക്കാലത്ത് വന്നാലേ രക്ഷയുള്ളൂ. ഇത് റോപ്പ് വേ ഇല്ലയെന്ന് രാവിലെ ബാറ്ററിക്കാർ പറഞ്ഞ്, പക്ഷേ ഇപ്പോൾ തുടങ്ങിയോന്നറിയില്ല. ആൾക്കാരിത് വയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബാറ്ററിക്കാർ സൗകര്യമുണ്ട്, ഫ്രീ ആയിട്ടുള്ളതാണ്. ഫ്രീ ലിഫ്റ്റ് ഫെസിലിറ്റി അപ്പർ റോപ്പ് സ്റ്റേഷൻ. റോപ്പ് കാർ വിൽ സ്റ്റോപ്പിംഗ് ഡ്യൂ ടു മെയിൻ്റനൻസ് ഫ്രം 1:30 തൊട്ട് 2 മണി വരെ. ഇതാണ് റോപ്പ് കാർ സ്റ്റേഷൻ കേട്ടോ. പക്ഷേ ഞങ്ങൾ രാവിലെ 7 മണിക്ക് വന്നപ്പോൾ ഇവിടെ സർവീസ് ഇല്ലയെന്ന് ബാറ്ററിക്കാർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോയി. ഇപ്പോൾ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മുടെ കാർമികം കുറേ അധികം ഇവിടെ കുറയും. നമ്മളിങ്ങനെ വരുമ്പോൾ കുറേ സൗകര്യങ്ങൾ ഇങ്ങനെ ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയും. മനസ്സിലായി? അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ വിചാരിക്കണം ഇത് കാർമികം കുറേ നമ്മുടെ ന്യൂട്രലൈസ് ആകുകയാണെന്ന്. അപ്പോൾ ആ ഒരു കാര്യം അറിയാം. ആ സമയത്ത് ഇതൊന്നും ആകരുത്. ഇവിടെയൊക്കെ കെട്ടിടം വരുന്നു. ശരിക്കും മലയോട് ചേർന്നുള്ള ഭാഗത്ത് കെട്ടിടമൊന്നും പണിയാം. ഇവിടെയാണെങ്കിൽ തിരുവണ്ണാമലയാണെങ്കിൽ. ഈ ഭാഗത്തെങ്ങാണ്ടാണ് ബോഗർ സമാധി കേട്ടോ. ബോഗർ സമാധി ഇവിടെയാണ്. ഇവിടെ ആ പാടി ഇറങ്ങുന്ന കണ്ട, ആ പടി ഇറങ്ങുന്നത് ബോഗർ സമാധിയിലേക്കാണെന്ന്. റോപ്പ് വേ പോകുന്നുണ്ട്. അതെ, കാറുകൾ പോകുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നട തുറന്ന് രാത്രി വരെ ആളിറങ്ങുന്നവരെ ഈ സർവീസ് ചെയ്യേണ്ടത്. അതിൻ്റേതായിട്ട് ഉള്ള ഫ്രീ ചാർജ് വാങ്ങിക്കട്ടെ. ചാർജ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ എന്ത് പറയാനാണ്, വല്ല ആൾക്കാർക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ, ചില സ്ഥാപനങ്ങൾക്ക് ഇത് നടത്താൻ കൊടുത്തിരുന്നെങ്കിൽ, ലേലം ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അവരിത് നടത്തി മാക്സിമം നടത്തി ലാഭവും ഇത് ദേവസ്വത്തിന് വരുമാനം ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ വരുമാനം കൊടൈക്കനാൽ ഇതുണ്ട് കേട്ടോ. ബാറ്ററി കാർ പിക്കപ്പ് പോയിൻ്റ്. ഇവിടെ നോ പാർക്കിംഗ്. ചിൽഡ്രൻസ് പാർക്കാണ്. ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡ് 2. ടോയ്ലറ്റ്. അപ്പോൾ ഇതിപ്പോൾ ബോഗർ സമാധിയുടെ നേരെ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയാണ് ബോഗർ സമാധി, അമ്പലത്തിൻ്റെ പുറകിൽ. ഇത് ഉണ്ടോ? ഇത് അരുൾമിகு ശ്രീ പഴനി കാളികാമ്പാൾ തിരുക്കോവിലാണിത്. കാളികാമ്പാൾ. കാളിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇപ്പോൾ 9 മിനിറ്റായി. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത് തുടങ്ങാം. അപ്പോൾ പഴനി
ഒരു ഇത് കണ്ടല്ലോ മല.